അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. 4 സവാള ക്രഷ് ചെയ്തതാണ്. എണ്ണ ചൂടായതിന് ശേഷമാണ് സവാള ഞാൻ ഇട്ട് കൊടുത്തത്. സവാള ശരിക്കും മീഡിയം കുക്കായാൽ മതി, അധികം വേവ് ആവണമെന്നൊന്നുമില്ല. ഞാൻ നന്നായി വഴറ്റിയെടുത്തിക്കണ്. ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമെന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. സവാള ഹാഫ് കുക്കായതിൻ്റെ ശേഷം പൊടികളൊക്കെ ചേർക്കാം. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. നല്ല ചൂട് ചായക്കൊപ്പവും നല്ല മഴയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഹാഫ് കുക്കായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവ് വേണ്ടിയവർക്ക് 3-4 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണും അത് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂണ്, എരിവില്ല മുളകും പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, കസ്തൂരിമേത്തി 1 ടീസ്പൂണ്, ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. ഇനി പാൽസ്ലി ലീഫ് 1/4 ടീസ്പൂണ്, ഒറിഗാനോ 1/4 ടീസ്പൂണ്. ഇവ നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലി ചപ്പ്, പുതിന ഇല അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കണ പണിയാവും കുട്ടികൾക്ക്. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ്, വെറൈറ്റി സ്നാക്സുമാണ്. ഇതിലേക്ക് കടലപ്പൊടി ഞാൻ 1.5 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചവ മാറി പിന്നെ കളറും മാറി വരുന്നത് വരെയാണ് ഇതിൻ്റെ പരുവം പറയുന്നത്. അതുവരെ വറുത്തെടുക്കണം. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ നിറം മാറും, ടേസ്റ്റും മാറും. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് പൊടികൾ ഇടുകയാണെങ്കിലും ചട്ടിക്ക് അധികം ചൂട് പറ്റൂല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലത്തെ സവാളയും ഇതൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് യോജിപ്പിച്ച് വരും. ടൈം വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇത് നമുക്ക് എണ്ണ ഇല്ലാതെയും ഉണ്ടാക്കാം. എണ്ണ പാർന്നതിന് ശേഷം പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എണ്ണ പറ്റാത്തവർക്കും ഇത് പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റ് കാരണം. ഇനി ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. വാങ്ങി വെക്കണ ടൈമിൽ നമ്മൾ അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചതാണ് ഞാൻ. അതിന് നന്നായി ഉടച്ചെടുക്കാം. ചൂടോട് കൂടി ഉടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. തണുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ഞാൻ ചൂട് കൊടുക്കാൻ തന്നെയാണ്, തൊലി കളഞ്ഞേക്ക് തന്നെയാണ് ഉടച്ചെടുക്കുന്നത്.
ഇതിലേക്ക് വഴറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാലോ. നന്നായി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം പറ്റൂല. ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, ഈ കിഴങ്ങിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കണത്. ഇതധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോഫ്റ്റായി കണ്ട് തന്നെ ആവും. ഒന്ന് ബോൾ ചെയ്തെടുത്താൽ മതി. ഇത് ബോളാക്കി എടുക്കുകയാണ് ഞാൻ. 2 ബോളാക്കിയിട്ടാണ് ഞാൻ ഇത് എടുക്കണത്. ഇനി നമുക്കൊരു ചതുര ഷേപ്പിൽ നല്ല കട്ടിക്ക് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. രണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഷേപ്പാക്കി എടുത്തു. ഇനി നമുക്ക് ആവിക്ക് വേവിക്കുകയാണ് വേണ്ടിയത്. സ്റ്റീം ചെയ്യുന്നത് ഏത് പാത്രത്തിലാവും ചെയ്യുക, ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ആവി കയറ്റിയെടുക്കുന്നത്. ഇതിൽ 2 വെക്കാൻ സ്പേസ് ഇല്ല, 2 സ്പേസ് ഉണ്ടെങ്കിൽ 2 ഒന്നിച്ച് വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പം അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വാങ്ങുകയാണ്. അപ്പം അത് നന്നായി വെന്തിട്ടുണ്ട്. മറ്റത് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ വേവണ സമയം കൊണ്ട് ആദ്യം ആവി കയറ്റിയെടുത്തത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും മതി. ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് ഉള്ള് സോഫ്റ്റും പുറം ക്രിസ്പി ആയിട്ട് നിൽക്കും. കത്തിമ്മ എണ്ണ തടവിയത് എന്തിനാ വെച്ചാൽ മുറിക്കണ സമയത്ത് കത്തിമ്മ ഒട്ടിപ്പിടിക്കാതെക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കണില്ലല്ലോ. കുറച്ച് കട്ടിക്ക് വേണം കട്ട് ചെയ്യാനും കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ രണ്ടാമത്തതും ആയി, ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. അതും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് കട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഇഡ്ഡലി ചെമ്പ് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് ഫുൾ തീയും കൂട്ടി വെച്ചുകൊണ്ട് തന്നെ പൊരിച്ചെടുക്കാം. കാരണം എല്ലാ വേവും കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇത് ക്രിസ്പിനെസ്സിനും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഇതിപ്പോൾ ഇതായി, ഞാൻ വാങ്ങുകയാണ്. പെട്ടെന്നുണ്ട് പരിപാടി. നമുക്ക് വേവിച്ചെടുത്തതായതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല. ഇത് ഫുള്ളായിട്ട് കോരി മാറ്റിഞ്ഞ് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം.
എൻ്റെ ചാനലിൽ വെറും കുക്കിംഗ് വീഡിയോ മാത്രമല്ല, എല്ലാ വീഡിയോസും ഞാൻ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇന്നലെ ഇട്ടത് തയ്യലിൻ്റെ ചുരിദാർ തയ്ക്കണ വീഡിയോ ആണ്. കട്ടിങ് അറിയാത്തവർക്ക് പോലും ശരിക്ക് കട്ട് ചെയ്ത് തയ്ക്കുക. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടു. ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പെട്ടെന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് തോന്നും ഇതൊക്കെ പ്രയാസമാണെന്ന്. ഒരു പ്രയാസവും ഇല്ല. നമ്മൾ ചെയ്യണതൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം അതിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത് കോരി മാറ്റാം. ബാക്കി വന്നതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ പൊരിച്ച് കിട്ടും. കണ്ടത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.